നാളെ ഈ എഫേർട്ട് എടുക്കാൻ പോകുന്നത് മേജർ ജനറൽ എം ഇന്ദ്രബാലിൻ്റെ നേതൃത്വത്തിലുള്ള NDRFിൻ്റെ സംഘം കൂടിയാണ്. 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ ശേഷിയുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നിരീക്ഷണമാണ് നാളെ നടക്കുക. ആ നിരീക്ഷണത്തിനു ശേഷം നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പിന്നിലുള്ള ആ സ്ഥലത്ത് അതുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാം. വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് മനസ്സിലാക്കാം. ഈ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലത്ത് ഏകദേശം ഇതേപോലുള്ളൊരു ടെറൈൻ ആണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കൂ. ഇവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്ന പ്രദേശം പ്രേക്ഷകർക്ക് കാണാം. ആ മണ്ണിടിഞ്ഞ് ഈ ദേശീയപാതയും കടന്ന് ഈ പുഴയിലേക്ക് പോയിരിക്കുന്നത് ഈ ഭാഗത്താണെങ്കിൽ ഏകദേശം പുഴയുടെ വലിപ്പം 20 മീറ്ററാണ്, അല്ലെങ്കിൽ പുഴയുടെ 20-25 അടിയാണ് പുഴയുടെ താഴ്ചയെന്നുണ്ടെങ്കിൽ ആ ഗംഗാവാലി പുഴയുടെ അടിവാരത്തിലേക്ക് ഇവിടെ നിന്ന് ഇടിഞ്ഞിരിക്കുന്ന മണ്ണ് പോയി കിടക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇത് ഏകദേശമുള്ള ഒരു മൺകൂനയാണ്. മുകളിൽ നമുക്ക് ഒരു ഭാഗം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള 5ഓളം ഇടങ്ങൾ ഈ പുഴയുടെ മധ്യത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയിരിക്കുന്ന വിഷ്വൽ ഇമേജിൽ നോക്കൂ. ആദ്യം മണ്ണിടിച്ചിൽ ഉണ്ടാവുമ്പോഴുള്ള ആദ്യത്തെ ദൃശ്യം, രണ്ടാമത്തത് മണ്ണിടിച്ചിൽ നടന്ന് തെരച്ചിൽ നടത്തുമ്പോൾ പുഴയുടെ ഉള്ളിലുള്ളൊരു ദൃശ്യം, അത് കഴിഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ദൃശ്യത്തിലേക്ക് വന്നാൽ ഇതേപോലെയുള്ള ധാരാളം ചെറിയ ചെറിയ കുന്നുകൾ ഒരുപക്ഷെ പുഴയ്ക്കുള്ളിൽ ഉണ്ടാവാം. അതുകൊണ്ട് ഈ ഡ്രഡ്ജിങ് ആണെങ്കിലും ബാക്കിയുള്ള ആഴത്തിൽ പോകുന്ന ബോട്ടിങ്ങൊന്നും ഇവിടേക്ക് സാധ്യമല്ല. കാരണം ഇവിടെ നിറയെ ഈ മണ്ണ് കിടപ്പുണ്ട്. പക്ഷേ അതിന് മുൻപ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തടയാനില്ലെങ്കിൽ ഈ മണ്ണൊരു കൂന പോലെ കിടക്കുമോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുതന്നെയാണ് നാളെ മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെയും ഒരു പ്രധാനപ്പെട്ട ക്യാച്ച്. ആ ഒബ്ജക്റ്റ് എന്താണ്? ഈ മൺകൂന അവിടെ രൂപപ്പെടാനിടയായ ഒരു സാഹചര്യം എന്താണ് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. അതിന് നാളെ ഈ ഡ്രോൺ വഴിയുള്ള GPR സിഗ്നൽ നമുക്ക് ലഭ്യമാവുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരും ഞങ്ങളെപ്പോലെ അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ് എന്നറിയാം. മണിക്കൂറുകളല്ല, ദിവസങ്ങൾ എണ്ണി നമ്മൾ കാത്തിരിക്കുകയാണ്. 8ാം ദിനം അവസാനിച്ചു, സൂര്യൻ അസ്തമിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. ദീപക് മലയമ്മ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, നമ്മളിപ്പോൾ ഇന്ദ്രബാലൻ മേജർ ജനറലുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കർണാടക സർക്കാരിൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചു. നാളെ അദ്ദേഹം അവിടെ എത്തും. നമുക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ഇനി വളരെ ട്രെയിൻഡായ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ഇന്ദ്രബാലനായിരിക്കും. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ തെരച്ചിൽ നാളെ നടത്താൻ പോകുന്നത്. ഉച്ചയോടുകൂടി മാത്രമേ ഇന്ദ്രബാലൻ്റെ ടീമിൻ്റെയും സേവനം അവിടെ നമുക്ക് ലഭ്യമാവൂ. അദ്ദേഹം ഉച്ചയോടുകൂടി അവിടെ എത്തും. ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും എത്തുന്നത്. അപ്പോൾ 360 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇതാണ് 3 ദിവസം മുമ്പ് പ്രതീക്ഷിച്ചത്. അതേ നിലവാരത്തിലുള്ള തെരച്ചിലായിരിക്കും ഇന്നത്തെ പോലെ നാളെയും തുടരുക. അങ്ങനെയല്ലേ ദീപക്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഈ 250 മീറ്ററോളം ദൂരത്തിൽ പോകാൻ 2.5 കിലോമീറ്ററോളം ദൂരത്തിൽ പോകാൻ കഴിയുന്ന 20 അടിയോളം ഡെപ്തിൽ, അല്ലെങ്കിൽ 20 മീറ്ററോളം ഡെപ്തിലേക്ക് കാര്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് എന്തുകൊണ്ടും ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് ബൂം എക്സ്കവേറ്റർ എത്തിക്കാമെന്നുള്ള ഉറപ്പ് സതീഷ് സൈൽ നേരത്തെ തന്നെ നൽകിയിരിക്കുന്നത്. അതിന് അവിടെ നിന്നും ലോറിയിൽ കയറ്റി അത് ഇങ്ങോട്ടേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെയൊക്കെ സഹായത്തോടു കൂടി ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. നാളെ ഈ റിട്ടയർഡ് ജനറൽ എത്തുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും ഏതാണ്ട് ഉച്ചയാവും എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് അവിടെ നിന്നും പുഴയിലേക്ക് വീണ് കിടക്കുന്ന ആ മണ്ണ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും മാറ്റി തുടങ്ങുമെന്നുള്ളതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ എന്നുള്ള നിലയിലാണ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 60 അടിയോളം നീളമുള്ള ബൂം ഉപയോഗിച്ച് ഏറ്റവും ദൂരത്തുള്ള മണ്ണ് പോലും അങ്ങനെ നീക്കി ആ ഒരു മേഖലയിൽ ഇത്തരത്തിൽ വണ്ടിയോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗങ്ങളോ ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരുത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ കാലാവസ്ഥ നാളെ രാവിലെ അനുകൂലമാവുകയാണെങ്കിൽ കൂടുതൽ ഡൈവേഴ്സ് നേവിയുടെ ഭാഗത്ത് നിന്ന് ഈ ഗംഗാവലിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് തന്നെ NDRF സംഘവും ഒപ്പം തന്നെ നേവിയുടെ സ്കൂബ ഡൈവേഴ്സും എല്ലാം ഗംഗാവലിയിൽ സജീവമായി ഇടപെടൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വൈകിട്ട് ഈ പുഴയുടെ ഒഴുക്കിന്റെ രീതി മാറുകയും അതൊരു രൗദ്രഭാവത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തപ്പോഴാണ് അവർ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് നാളെ ജലത്തിന്റെ തോത് അല്പം കുറയുകയോ അല്ലെങ്കിൽ ഒഴുക്കിന്റെ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരികയോ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇങ്ങനെ ഒരു സംയുക്ത ഓപ്പറേഷൻ എന്നുള്ള നിലയിൽ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തുമ്പോൾ സ്വാഭാവികമായും ആശാവഹമായ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് പക്ഷേ അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും അല്പം വൈകിയാണെങ്കിൽ പോലും നാളെ 9ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്
തന്നെയാണ്. എങ്കിൽ പോലും ആ കുടുംബത്തിന് ആശ്വാസകരമാകുന്ന രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ അർജുനെ ഒന്ന് കാണുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുമെന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നാളെ കേരളത്തിൽ നിന്നെത്തിയ സന്നദ്ധ സംഘത്തിലെ ഏതാണ്ട് 8ഓളം പേർ ഈ ഒരു ടീമിന്റെ ഭാഗമാകും. അതിന് ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അനുമതി കിട്ടി എന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഒരു വ്യക്തത പൂർണ്ണതോതിൽ എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘത്തിനൊപ്പം തന്നെ ഒരു വിപുലമായ ടീം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. സോണാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നേവി സംഘത്തിന്റെ പരിശോധന ആ നിലയിൽ തുടരും. പക്ഷേ അടിത്തട്ടിലേക്ക് ഇപ്പോഴും പൂർണ്ണമായും എത്താൻ കഴിയാത്ത പരിമിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അരുൺ ഉൾപ്പെടെ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ നദിയുടെ ഒരു പരപ്പ്, അതിന്റെ ആഴം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. ചിലയിടങ്ങളിൽ 25 അടിയോളം വരെ താഴ്ച വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ആ അടിത്തട്ടിലേക്ക് പോയി പരിശോധനകൾ നടത്താൻ കഴിയാത്ത പരിമിതി സ്കൂബ ഡൈവേഴ്സ് ഒക്കെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിൽ 300 മുതൽ 500 മീറ്റർ വരെ വീതിയിലേക്ക് ആ നദിയുടെ രൂപം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ചില പരിമിതികളുണ്ട്. എങ്കിൽ പോലും ഇത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഏറ്റവും ഗുണകരമായ രീതിയിൽ, ആശാവഹമായ രീതിയിലുള്ള ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെ നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ റെസ്ക്യൂ ഓപ്പറേഷൻസിന്റെ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ TV കഴിഞ്ഞ 92 മണിക്കൂറുകളായി തത്സമയം വലിയ ഇടവേളകളില്ലാതെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുനന്റെ ലോറിയുടെ കാര്യത്തിലും അർജുന്റെ കാര്യത്തിലും ഒരു തീരുമാനം എത്തുന്നതുവരെ നമ്മുടെ ഈ തത്സമയ സംപ്രേഷണം തുടരാനാണ് നമ്മുടെയും തീരുമാനം.